ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഋതുവിൻ്റെ കൂട്ടുപിടിച്ച് രേണുവിൻ്റെ വീട്ടിൽ കയറി പറ്റിയ മഹേഷിനോടായി ഋതു എല്ലാം ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഡബിൾ ഓക്കെ ആണെന്നും ഞാനൊന്ന് പോയി അമ്മയെ സോപ്പിട്ട് നോക്കട്ടെ എന്നും മഹേഷ് പറയുമ്പോൾ, അച്ഛ സോപ്പ് ഇടുന്നതൊക്കെ കൊള്ളാം, ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കണമെന്ന് ഋതു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടടാന്ന് പറഞ്ഞ് മഹേഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഋതുവും ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നുണ്ട്. അവിടെ റൂമിൽ ഡ്രസ്സ് എല്ലാം എടുത്തു വെക്കുന്ന രേണുവിൻ്റെ അരികിലേക്കായി മഹേഷ് ചെന്ന്, നോക്കൂ, ഇടയ്ക്കിങ്ങനെ നമ്മൾ അകലത്തിലാവുന്നത് ശരിയല്ല രേണു. ആദ്യം അകലം നമ്മൾ 2 കട്ടിലിലേക്കാവും, പിന്നെ അത് 2 മുറിയിലേക്കാവും, പിന്നെ അത് 2 വീട്ടിലേക്കും പിന്നെ കോടതിയിലേക്കും ആവും, പിന്നെ 2 സ്വതന്ത്ര വ്യക്തിയിലേക്കും ആവും എന്ന് പറഞ്ഞ് നെടുവേർപ്പെട്ടുകൊണ്ട് ഓരോ ബന്ധങ്ങളും നഷ്ടമാവുന്നത് ഇങ്ങനെയാണെന്ന് മഹേഷ് പറയുന്നുണ്ട്. രേണു, നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രേണുവും ദേഷ്യത്തോടെ, തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, ദാമ്പത്യ സ്റ്റഡി ക്ലാസ് എന്ന് രേണുവും ചോദിക്കുന്നുണ്ട്. ഞാൻ പൊതുവായ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണെന്ന് മഹേഷ് പറയുമ്പോൾ, കണ്ട പെൺപിള്ളാരുടെ പുറകെ നടന്നപ്പോൾ എവിടായിരുന്നു ഈ ദാമ്പത്യ ക്ലാസ്സൊക്കെ? അതൊക്കെ സ്വയം പഠിപ്പിച്ചാൽ മതി കേട്ടോ എന്ന് രേണു ദേഷ്യത്തോടെ പറയുമ്പോൾ, കേട്ടു എന്ന് മഹേഷും പതിഞ്ഞ സ്വരത്തിൽ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തായി ഭക്ഷണത്തിന് ഗതിയില്ലാതെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ കയറി വന്നിട്ട് എനിക്കിട്ട് ക്ലാസ് എടുക്കുന്നോ? ഒന്ന് പോയി തരുമോ മഹേഷ് ഏട്ടാ എന്ന് ചോദിക്കുമ്പോഴും മഹേഷ് അവിടെ തന്നെ നിൽക്കണ കണ്ട്, ഒന്ന് പോ എന്ന് രേണു ഒച്ച വെക്കുമ്പോഴേക്കും മഹേഷും പതിയെ അവിടുന്ന് നടന്ന് നീങ്ങുന്നുണ്ട്. മഹേഷ് തിരിച്ചെത്തുമ്പോഴേക്കും ഹാളിലെ സോഫയിലിരിക്കുന്ന ഋതു ചോദിക്കുന്നുണ്ട്, അച്ഛാ സോപ്പ് ഇട്ടിട്ട് എന്തായിന്ന്? അത് ഏറ്റില്ലടാ, ഏറ്റില്ല, നീ പറഞ്ഞത് ശരിയാ. അവൾക്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് മഹേഷ് പറയുന്നുണ്ട്. അതുകൊണ്ടേ ഒരു കൈയകലം നല്ലതാ എന്ന് ഋതു ഓർമ്മിപ്പിക്കുമ്പോൾ, അത്രയുള്ളൂ, ഒതുങ്ങി നിൽക്കാം എന്ന് മഹേഷും പറയുന്നുണ്ട്. പിന്നീട് സ്കൂളിൽ പോവാൻ റെഡിയായി ബാഗെല്ലാം റെഡിയാക്കി വെക്കുന്ന പല്ലുവിനെയും കാവ്യയുമാണ് കാണിക്കുന്നത്. സ്റ്റെയർ കേസ് ഇറങ്ങി റെഡിയായി വരുന്ന വിഷ്ണു അവനോടായി ചോദിക്കുന്നുണ്ട്, റെഡിയല്ലേ രണ്ടാളുമെന്ന്. അതെ എന്നവർ പറയുമ്പോഴേക്കും, വാ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞ് വിഷ്ണു ഡൈനിങ് ടേബിളിലേക്ക് ചെല്ലുമ്പോഴേക്കും, കൈ കഴുകിയിരിക്കേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, എല്ലാവർക്കും കൂടി ഭക്ഷണമാക്കാൻ അമ്മയ്ക്ക് കഴിയില്ല എന്ന് അങ്ങോട്ട് വന്ന രാധയും പറയുന്നുണ്ട്. നിനക്ക് ചെയ്തൂടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കണ്ടെന്ന് രാധ ഒച്ച വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ബഹളം കേട്ട് കിച്ചണിൽ നിന്ന് വിഷ്ണുവിൻ്റെ അമ്മയും അങ്ങോട്ട് വന്ന് നോക്കുന്നുണ്ട്. എല്ലാം കൂടി എനിക്ക് പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചുങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്ക്, ഉച്ചയ്ക്കുള്ളത് പാർസൽ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് രാധ നിർദ്ദേശിക്കുമ്പോഴേക്കും, കൊച്ചുങ്ങൾക്ക് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തു വിടുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സസ്പെൻഷനിലായിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരിപ്പുണ്ടല്ലോ, അടുക്കളയിൽ കയറി ആർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം എന്ന് രാധ ഓർമ്മിപ്പിക്കുമ്പോൾ, നീയും നിന്റെ കുടുംബക്കാരും കൂടി വിചാരിച്ചപ്പോൾ എൻ്റെ ജോലി ഇങ്ങനെയായി, ഇനി എന്നെ അടുക്കളയിൽ കൂടി കയറ്റുന്ന വിഷ്ണു ഒച്ച വെക്കുന്നുണ്ട്. ഇനി ഞാൻ അടുക്കളയിൽ കയറിയാലേ സമാധാനമാവൂ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും വിഷ്ണുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്ന്, എനിക്ക് സരസ്വതിയെ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്ന കാവ്യയും പറയുന്നുണ്ട്, അതേ അച്ഛനും അമ്മയും ഇങ്ങനെ വഴക്കിടണ്ട, പാചകത്തിന് വേണമെങ്കിലേ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, പറഞ്ഞാൽ മതി, സെറ്റാക്കാമെന്ന്. അപ്പോഴേക്കും കല്ലവും കാവ്യയോടായി പറയുന്നുണ്ട്, എനിക്ക് സ്കൂളിൽ പോണം, നീ സെറ്റാക്കിയാൽ മതിയെന്ന്. ആർക്കും ഒരു സഹകരണ മനോഭാവമില്ലെന്ന് കാവ്യയും സങ്കടത്തോടെ പറയുന്നുണ്ട്. നാളെ മുതൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ഇന്ന് പുറത്തുനിന്ന് കഴിക്ക് എന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും, പോട്ടെ അമ്മയെന്ന് പറഞ്ഞ് കാവ്യയും കല്ലുവും കൂടി വിഷ്ണുവിൻ്റെ കൂടെ പോകുന്നുണ്ടേ. അവർ ചെന്ന് കാറിൽ കയറുമ്പോഴേക്കും അച്ഛമ്മയും കൂടെ ചെന്ന് യാത്രയാക്കുന്നുണ്ട്. പിന്നീട് അവർ അകത്തേക്ക് കയറി ചെന്ന് റൂമിലേക്ക് പോവാൻ നിൽക്കുന്ന രാധയോടായി, മോളെ, വിഷ്ണു നിന്നോട് ദേഷ്യം കാണിക്കുന്നത് അവന്റെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും കാരണമായി നീയുള്ളോണ്ടാ. അവനെപ്പോലെയുള്ള ഒരു പോലീസ് ഓഫീസർക്ക് അറിയുന്നതിന് മുകളിലായി മരിച്ചുപോയെന്ന് കരുതിയ അമ്മയെ ഒളിപ്പിച്ചു താമസിപ്പിച്ചത് അവന് വലിയ ഇൻസൾട്ടായി തോന്നിയിട്ടുണ്ട്. അതിന്റെ ദേഷ്യമാ വിഷ്ണു ഇങ്ങനെ ഓരോ കാര്യത്തിലും നിന്നോട് കാണിക്കുന്നത്. ഇനിയെങ്കിലും രാധ കുറച്ചൊന്നവനെ മനസ്സിലാക്കി പെരുമാറണം. രണ്ടുപേരും ഇങ്ങനെ നിന്ന ഒരു പരിഹാരവും ഉണ്ടാവില്ല. പിന്നെ രാധ ഒരു മരുമകൾ എന്ന നിലയ്ക്ക് എന്നോട് ഇതുവരെ നീതി പുലർത്തിയിട്ടില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും മോൾക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഓണത്തിനോ വിഷുവിനോ വരാനുള്ള ഒരു നിഷ്ഠ വയ്ക്കാമായിരുന്നു, ഇതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. എൻ്റെ മകന്റെ ഭാര്യ എന്ന പേരിലുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ് ഞാൻ രാധയോട് പെരുമാറുന്നത്. ഇപ്പോൾ നടന്നതുപോലുള്ള കാഴ്ചകൾ ആ സ്നേഹവും ബഹുമാനവും ഇല്ലാതാക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ മകനാണ് വലുത്. ഇവിടെ നിൽക്കുമ്പോൾ മോക്ക് ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യാമല്ലോ, പക്ഷേ അത് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടാവരുത്. മക്കളെ നോക്കുക എന്നുള്ളത് അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടുത്തരവാദിത്തമാ. വിഷ്ണു കുട്ടികളെ സ്കൂളിലാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടല്ലോ, അവർക്കായി രാധ ഭക്ഷണം ഉണ്ടാക്കണം. അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ബിസിനസ് കാര്യങ്ങൾ നോക്കാലോ. ഇനി അടുക്കളയിൽ എന്താ എവിടെ ഇരിക്കുന്നെന്ന് അറിയില്ലെന്ന് പറഞ്ഞേക്കരുത്. എല്ലാം ഞാനിപ്പോൾ പറഞ്ഞു തരാം. അവിടെ പെരുമാറി തുടങ്ങുമ്പോൾ എല്ലാം എളുപ്പമാവും.
വാ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും രാധയും ആകെ നിസ്സഹായതയോടെ താല്പര്യമില്ലാതെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അവർ അടുക്കളയിലെ കബോർഡെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഓരോന്നും എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അരിയൊക്കെ ഇവിടെയുണ്ട്, പഞ്ചസാര, ചായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി അതെല്ലാം ഇവിടെയുണ്ട്. കറുത ആ ഭാഗത്തുണ്ട്, പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിടികിട്ടിയോ എന്ന് വിഷ്ണുവിന്റെ അമ്മ ചോദിക്കുമ്പോഴേക്കും കുറച്ചു ദിവസം പിടിക്കുമെന്ന് രാധയും പറയുന്നുണ്ട്. അവർ രാധയെ നോക്കിയൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും രാധയും ആകെ ദേഷ്യത്തോടെ തന്നെ അടുക്കളയിൽ നിൽപ്പുണ്ടേ. അപ്പോഴാണ് രാധയുടെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഡൈനിങ് ഹാളിൽ ചെന്ന് അവൾ ആ മൊബൈൽ എടുത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചിറയൂർ സ്റ്റേഷനിൽ നിന്ന് SI പത്മനാഭന്റെ വിളിയായിരുന്നു അത്. സരസ്വതി ടീച്ചറുടെ വധശ്രമ കേസിന്റെ ചോദ്യം ചെയ്യലിനായി നാളെ ഫിലിപ്പ് അലക്സാണ്ടർ സാറിന്റെ മുമ്പാകെ ഹാജരാവണം. രാവിലെ 11 മണിക്കാണെന്ന് പത്മനാഭൻ പറയുമ്പോൾ സാർ ആ സംഭവമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന് പരുങ്ങലോടെ രാധ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ കോടതിയിൽ പറഞ്ഞ മൊഴി കളവാണെന്നാണോ എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോൾ അമ്മ എന്നെയും മഹേഷിനെയും കുരുക്കിലാക്കാൻ വേണ്ടി പറഞ്ഞതാ സാർ എന്ന് രാധ പറയുമ്പോൾ അതൊക്കെ ഫിലിപ്പ് അലക്സാണ്ടർ സാറിനോട് പറയൂ, നാളെ എത്തുമല്ലോ അല്ലേ എന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട്. എത്താം സാർ എന്ന് രാധ പറയുമ്പോഴേക്കും പത്മനാഭനും കോൾ വെക്കുന്നുണ്ടേ. കുട്ടികളെയും കൊണ്ട് കാർ ഓടിച്ചു പോവുകയായിരുന്ന വിഷ്ണുവിന് രാധയുടെ കോൾ വരുന്നുണ്ട്. രാധയുടെ കോളാണെന്ന് കണ്ട വിഷ്ണു ദേഷ്യത്തോടെ കാർ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ദേഷ്യത്തോടെ തന്നെ ആ മൊബൈലിലേക്ക് നോക്കിയിരിക്കുമ്പോഴേക്കും തൊട്ടടുത്തിരിക്കുന്ന കല്ലു പറയുന്നുണ്ട്, അമ്മയുടെ കോളല്ലേ അച്ഛാ, എടുക്കെന്ന്. ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനാവും എന്ന് വിഷ്ണുവും വെറുപ്പോടെ പറയുമ്പോഴേക്കും അത്യാവശ്യ കാര്യമില്ലെങ്കിൽ അച്ഛൻ നല്ലത് കൊടുക്കണമെന്ന് പുറകിലെ സീറ്റിലിരിക്കുന്ന കാവ്യയും പറയുന്നുണ്ട്. വിഷ്ണു ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ വിഷ്ണുവേട്ട എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ അമ്മയെങ്ങാനും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ സ്റ്റേഷനിൽ നിന്ന് SI വിളിച്ചിരുന്നു. നാളെ ഫിലിപ്പ് അലക്സാണ്ടർ സാറിന്റെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. വധശ്രമ കേസിന്റെ ചോദ്യം ചെയ്യലാണെന്ന്. എനിക്ക് ശരിക്കും പേടിയുണ്ടെന്ന് രാധ പറയുമ്പോൾ രാവിലെ അങ്ങനെ അല്ലായിരുന്നല്ലോ പ്രകടനം. സസ്പെൻഷനിലിരിക്കുന്ന എന്നെ നിനക്ക് ശരിക്കും പുച്ഛമായിരുന്നല്ലോ. എനിക്ക് പിള്ളേരെ വിടലും അടുക്കള പണിയെടുക്കാനല്ലേ നീ രാവിലെ പറഞ്ഞത് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞതാ. ആ SI പത്മനാഭൻ സാറാ വിളിച്ചത്, പുള്ളി വിഷ്ണുവേട്ടന്റെ ഫ്രണ്ട് അല്ലേ. ആളെ വിളിച്ചൊന്ന് ചോദിച്ചാ കാര്യം അറിയാലോ എന്ന് രാധ പറയുന്നുണ്ട്. അതിനെന്താ ഇത്ര അറിയാൻ? നാളെ ഇൻട്രഗേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് ഫിലിപ്പ് സാറിന്റെ മുന്നിലെത്തുക, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു കൈയൊഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എത്ര കിട്ടിയാലും ഞാൻ വീണ്ടും അതേ അബദ്ധം തന്നെ ചെയ്യും. ഞാൻ റിമാൻഡിലായിരുന്നപ്പോൾ ജാമ്യത്തിന് ശ്രമിക്കാത്ത നിങ്ങളെ പിന്നെ വിളിക്കാൻ തോന്നിയത് തന്നെ എന്റെ അബദ്ധം. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾക്ക് പരിചയമുള്ള ആള് വിളിച്ചതുകൊണ്ടാ അറിയാതെ നിങ്ങളെ ഒന്ന് വിളിച്ചത്. അതങ്ങ് വിട്ടേക്കെന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രാധയും കോൾ വെക്കുന്നുണ്ടേ. എല്ലാം കേട്ടോണ്ടിരുന്ന കല്ലുവും ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മയോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് അച്ഛാ? ഞാൻ ഇന്നാളും പറഞ്ഞില്ലേ അമ്മ ഇപ്പോൾ പ്രശ്നങ്ങളിലൂടെയാ കടന്നു പോകുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഷൗട്ട് ചെയ്ത ഒരു മനുഷ്യന് ഉള്ള കോൺഫിഡൻസ് കൂടി പോവും. അമ്മ ശരിക്കും ഇമോഷണലി വീക്കാ. അച്ഛൻ അത് അറിഞ്ഞു പെരുമാറണം. ഇന്ന് തന്നെ അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊരു ഫൈറ്റ് ഒഴിവാക്കാമായിരുന്നു എന്ന് കല്ല് പറയുമ്പോൾ അവളുടെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് കലി വരും എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അച്ഛൻ അമ്മയെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ അമ്മ കൂളാവും. അച്ഛനിപ്പോൾ അമ്മയെ ഒരു പ്രതിയെ പോലെയാ കാണുന്നത്. അതാ അച്ഛൻ ഈ ദേഷ്യം. അച്ഛനിലെ പോലീസാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അച്ഛൻ വീട്ടിലും പോലീസ് ആവുന്നതാ പ്രശ്നം എന്നവൾ പറയുമ്പോഴേക്കും മോളെ അച്ഛന് സസ്പെൻഷന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് കല്ലു. അത് രാധ മനസ്സിലാക്കണ്ടെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അത് ആഗ്രഹിക്കാനേ പറ്റൂ എന്ന് കല്ല് പറയുമ്പോൾ പുറകീന്ന് കാവ്യ വിളിച്ച് പറയുന്നുണ്ട്, കല്ലു ചേച്ചി ബാക്കി ഉപദേശമൊക്കെ രാത്രി മതി, സ്കൂളിൽ പോവാൻ ലേറ്റ് ആവുമെന്ന്. അത് കേട്ട് ചിരിയോടെ വിഷ്ണുവും കാറെടുക്കുന്നുണ്ടേ. പിന്നീട് അവർ സ്കൂളിലെത്തി ക്ലാസ്സിലേക്ക് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. കാവ്യയോടായി കല്ല് പറയുന്നുണ്ട്, കാവ്യെ അമ്മാമ്മയെ വിളിച്ചു പറഞ്ഞിട്ട് സ്കൂളിൽ കയറാമെന്ന്. എന്ന് ചിരിയോടെ കാവ്യ സമ്മതിക്കുമ്പോഴേക്കും കല്ലുവും മൊബൈലെടുത്ത് അമ്മാമ്മയെ വിളിക്കുന്നുണ്ടേ. കല്ലൂസേ ഇന്ന് ക്ലാസ് ഇല്ലേ മോളെ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോൾ ഉണ്ട്, എന്നെയും കാവ്യയെയും ഇവിടെ ആക്കിയിട്ട് അച്ഛൻ പോയി. ഒരു കാര്യമുണ്ടായി, അത് അമ്മാമ്മയോട് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറാന്ന് വെച്ചു എന്ന് കല്ല് പറയുമ്പോൾ എന്താന്ന് ടീച്ചറമ്മയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ സ്കൂളിൽ വിടാൻ വരുന്ന വഴി അമ്മ അച്ഛനെ വിളിച്ചു. പുതിയ കേസുമായി ബന്ധപ്പെട്ട് ഇൻട്രോഗേഷന് അമ്മയെ എൻക്വയറി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അതിന്റെ പേരിൽ അമ്മയും അച്ഛനും രാവിലെ വലിയൊരു ബഹളം നടന്നു എന്ന് കല്ല് പറയുന്നത് കേട്ട് അതെന്താ മോളെ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ രാവിലെ സ്കൂളിലാക്കാൻ വേണ്ടി അച്ഛൻ ഇറങ്ങിയപ്പോ അമ്മ വെറുതെ അച്ഛനെ ചൊറിഞ്ഞു. ഇപ്പൊ ഇൻട്രോഗേഷന്റെ കാര്യം പറഞ്ഞപ്പോ നീ നിന്റെ പാട് പോലെ ചെയ്യുന്ന അച്ഛൻ തിരിച്ചു മറുപടി കൊടുത്തു. കല്ല് പറയുന്ന കേട്ട് എന്നാ രാധയോട് ഹാജരാവാൻ പറഞ്ഞെന്ന് അമ്മമ്മ ചോദിക്കുന്നുണ്ട്. നാളെയാണെന്ന് തോന്നുന്നു, വൈകിട്ട് വീട്ടിലെത്തിയിട്ട് ക്ലിയർ ആയിട്ട് പറയാം അമ്മമ്മേ എന്ന് കല്ല് പറയുമ്പോൾ ശരി മോളെ ക്ലാസ്സിൽ കയറിക്കോ, വൈകണ്ട എന്ന് ടീച്ചറമ്മ പറയുന്ന കേട്ട് ശരി അമ്മാമ്മേ എന്ന് പറഞ്ഞ് കല്ലുവും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. അപ്പോഴേക്കും ടീച്ചറമ്മയുടെ അടുത്തേക്ക് വന്ന വീണ ചോദിക്കുന്നുണ്ട്, ആരാ അമ്മയെ വിളിച്ചതെന്ന്. കല്ലൂസ രാധയെ ചോദ്യം ചെയ്യാനായി നാളെ ചെല്ലാൻ പറഞ്ഞുവെന്ന്. എന്ന് അമ്മ പറയുമ്പോൾ ഇനി കുറച്ചുനാൾ അതിന്റെ പിറകെ നടക്കാം എന്ന് വീണയും പറയുന്നുണ്ട്.
അപ്പോൾ മഹേഷിനെ വിളിപ്പിച്ചു കാണോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ വിളിച്ചു കാണും. അല്ല, ഇപ്പോൾ എവിടെ അവരുടെ ഗാർഡിയൻ? ഇയാൾ ഇനി അടുത്തൊന്നും പൊങ്ങില്ലെന്ന് വീണ പറയുന്നുണ്ട്. പോലീസ് ട്രേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മിക്കവാറും ഉടനെ പിടിവീഴും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മ അവരുടെ രണ്ടുപേരുടെയും പേര് കോടതിയിൽ പറയുമെന്ന് അവരൊരു കാരണവശാലും പ്രതീക്ഷിച്ചില്ലെന്ന് വീണ പറയുന്നുണ്ട്. ഇരട്ട മുഖമുള്ള ടോക്സിക് അമ്മയ്ക്കേ മക്കളെ അച്ഛൻ്റെ കൂടെ കൂട്ടുപ്രതിയാക്കാം എന്ന് ചിരിയോടെ ഓർത്ത് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവിടെ അമ്മ കലക്കി. 3 പേരും ഇങ്ങനെയൊരു നീക്കം അമ്മയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് ചിരിയോടെ വീണ അമ്മയോടായി പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോവാമെന്ന് ചിരിയോടെ പറഞ്ഞ് കുഞ്ഞിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ടീച്ചറമ്മ. അവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷിന്റെ അടുത്തേക്കായി ശശികല എത്തുന്നുണ്ട്. മാധവത്തിലെ പോലെ 24 മണിക്കൂറും ഇവിടെ ഫോണൊന്നും കൊത്തിയിരിക്കാൻ പറ്റില്ല, പണികളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നവർ പറയുമ്പോഴേക്കും ചെയ്യാമെന്ന് മഹേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. മഹേഷ് ശശികലയുടെ അരികിൽ നിന്നും കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ഹലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹലോ മഹേഷ് അല്ലേന്ന് SI പത്മനാഭനും അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ആരാണെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇത് ചിറയൂർ സ്റ്റേഷനിൽ നിന്ന് SI പത്മനാഭനാ എന്ന് പറയുമ്പോഴേക്കും എന്താ സാറെന്ന് മഹേഷും പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട്. സരസ്വതി ടീച്ചർ കോടതിയിൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ സരസ്വതി കൃഷ്ണചന്ദ്രൻ വധശ്രമ കേസിലെ ഇൻട്രോഗേഷന് വേണ്ടി മഹേഷ് എൻക്വയറി ഓഫീസറായ ഫിലിപ്പ് അലക്സാണ്ടർ സാറിന്റെ മുമ്പാകെ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് SI പറയുന്ന കേട്ട് ആകെ പരിഭ്രമത്തോടെ സാറേ, ഞാനിത് മനസാവാച അറിഞ്ഞ കാര്യമല്ല എന്ന് മഹേഷും പറയുന്നുണ്ട്. അതൊക്കെ ഫിലിപ്പ് സാർ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. നാളെ 11 മണിയാണ് സമയമെന്ന് പത്മനാഭൻ ഓർമ്മിപ്പിക്കുമ്പോൾ എത്താമെന്ന് മഹേഷും സമ്മതിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് SI കോൾ വെക്കുമ്പോഴേക്കും ശശികലയുടെ അടുത്തേക്ക് വന്ന രേണുവും എന്താ കാര്യമെന്ന് അമ്മയോടായി ചോദിക്കുന്നുണ്ട്. മഹേഷ് അപ്പോഴേക്കും അവരോടായി പറയുന്നുണ്ട്, ഇതിപ്പോ സ്റ്റേഷനിൽ നിന്നാ വിളിച്ചേ, വധശ്രമ കേസിന്റെ ചോദ്യം ചെയ്യലിനായിട്ടേ നാളെ ഹാജരാവണമെന്ന് എന്നവൻ പരിഭ്രമത്തോടെ പറയുമ്പോഴേക്കും നന്നായിപ്പോയി, അത്രയ്ക്ക് നെകളിച്ചതല്ലേ എന്നും ചോദിച്ച് ശശികലയും ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ടേ. രേണുവും പോവാനായി തുടങ്ങുമ്പോഴേക്കും മഹേഷ് അവളെ തടഞ്ഞു വെച്ചോണ്ട് രേണു, ഭാർഗവ മാമനോട് ഈ കാര്യം ഒന്ന് പറയുമോ? പോലീസിൽ മാമന് കുറെ പരിചയക്കാരുണ്ടല്ലോ, നമ്മളുടെ അടുത്തുള്ള സമീപനത്തിൽ കുറച്ച് അയവുണ്ടാവും എന്ന് മഹേഷ് പറയുമ്പോൾ നോക്കട്ടെ എന്ന് രേണുവും പറയുന്നുണ്ട്. അത് കേൾക്കെ മഹേഷ് ആശ്വാസത്തോടെ നിൽക്കുമ്പോഴേക്കും അതെ, തുണി അലക്കാനിട്ടിട്ട് എനിക്കത് വയ്യ, ഒന്ന് അലക്കിയിടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അമ്പരപ്പോടെ ഞാനോ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. എന്താ പറ്റില്ലേ എന്ന് രേണു ചോദിക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. കളർ പോകുന്ന കുറെ തുണിയുണ്ട്, അതൊക്കെ ഒന്നിച്ചിട്ടാ പറ്റത്തില്ല, ഓരോന്നോരോന്നായിട്ട് അലക്കിയെടുക്കണം, തുണി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേണു റൂമിലോട്ട് പോകുമ്പോഴേക്കും ആകെ പെട്ടുപോയ മഹേഷും തുണിയെങ്കിൽ തുണി എന്ന് പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. രേണു റൂമിൽ നിന്ന് തുണി എടുത്തോണ്ട് പോകുന്നത് അതിലെ വരുന്ന ഋതുവും ശ്രദ്ധിക്കുന്നുണ്ട്. രേണു തുണിയെല്ലാം മഹേഷിനെ കൊണ്ട് ചെന്ന് കൊടുത്തിട്ട് മഹേഷ് ഏട്ടാ കുറച്ചുള്ളേ, ശ്രദ്ധിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകണേ, ഒന്നും ഇളകല്ലേ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും മഹേഷും ആകെ സങ്കടത്തോടെ രേണു ഒന്ന് വിളിക്കുന്നുണ്ട്. എന്താന്ന് അവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ലെന്ന് മഹേഷും. രേണു ഇവിടുന്ന് പോകുമ്പോഴേക്കും മഹേഷും തുണിയുമായി അലക്കാൻ പോകുന്നുണ്ടേ. ആ കാഴ്ച കാണുന്ന ഋതുവും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽപ്പുണ്ട്. പിന്നീട് മഹേഷ് പുറത്തെ കല്ലിൽ വെച്ച് തുണി അലക്കുന്നത് റൂമിലെ ജനൽ തുറന്നിട്ട് അതിലൂടെ നോക്കി നിൽപ്പുണ്ട് രേണു. തുണിയെല്ലാം അലക്കി കഴിഞ്ഞ് അത് മുറ്റത്തെ അയയിൽ വിരിച്ചിടുന്നുണ്ട് മഹേഷ്. മുകളിലെ ബാൽക്കണിയിൽ വന്ന് ആ കാഴ്ച കാണുന്ന രേണുവും ശശികലയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു പാവാട എടുത്ത് ദേഷ്യത്തോടെ പാവാട എന്ന് പറഞ്ഞ് കുടഞ്ഞിടുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സന്തോഷമായുള്ള ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് ടീച്ചറമ്മ അറിയിച്ചതനുസരിച്ച് അഡ്വക്കേറ്റ് സുജി ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്നതും ഫിലിപ്പ് അലക്സാണ്ടർ സാർ മഹേഷിനെയും രാധയെയും ചോദ്യം ചെയ്യുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.